നമുക്ക് അറബിക് സ്വീറ്റ്സായ കുനാഫ തയ്യാറാക്കാം. പലരും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്ത് കേൾക്കാറുള്ളത്. കനാഫ, കുനാഫ, കൊനാഫ ഇങ്ങനെ പല രീതിയിലും വിളിച്ചു കേൾക്കാറുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം കുനാഫ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ. ഇനി നമുക്കത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് കുനാഫ ഡോ ആണ്. ഇത് ഏകദേശം ഒരു 600 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത് മുഴുവൻ നമുക്കിപ്പോൾ ആവശ്യമില്ല, ഒരു 200 ഗ്രാം മതി. പിന്നെ നമുക്ക് വേണ്ടത് മെൽറ്റഡ് ബട്ടറാണ്. ഇത് 75 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാനായി 2 കപ്പ് പാൽ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായി 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. പിന്നെ അല്പം പിസ്താഷ്യോ, ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ടൊന്ന് വേർതിരിച്ചെടുക്കാം. വേർതിരിക്കുമ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് 200 ഗ്രാം മതിയെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഡോയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. അതിനായി പാലും മൈദയും കോൺഫ്ലവറും പഞ്ചസാരയും ഒരു പാനിലേക്ക് ഒഴിക്കാം. ഇനി ഇവയെല്ലാം കട്ടയില്ലാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് കുറേശ്ശെ കുറുകി തുടങ്ങി. ഇനി നമുക്കിത് നന്നായി ഒന്ന് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ നമുക്ക് നിരത്തി കൊടുക്കാം. പകുതി ഡോ നിരത്തിയാൽ മതി. ട്രേയുടെ അടിഭാഗം നന്നായി കവർ ചെയ്യത്തക്ക വിധത്തിൽ നിരത്തി കൊടുക്കണം.
ഇപ്പോൾ ഡോ എല്ലായിടത്തും നിരത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനു മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിക്കാം. ഇത് നമുക്ക് എല്ലാ ഭാഗത്തേക്കുമായി ലെവൽ ചെയ്ത് കൊടുക്കാം. അധികം അറ്റത്തേക്ക് ക്രീം ആക്കേണ്ടതില്ല, കാരണം ബേക്ക് ചെയ്യുമ്പോൾ കരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിനു മുകളിൽ ബാക്കിയുള്ള ഡോ സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ഡോ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി പഞ്ചസാരയും വെള്ളവും ഒന്നിച്ചാക്കി ഒരു സോസ് പാനിൽ ഒന്ന് ചെറുതായി കുറുക്കിയെടുക്കാം. അധികം കുറുക്കേണ്ടതില്ല, ചെറുതായി ഒന്ന് കുറുകി തുടങ്ങിയാൽ മതി. ഇപ്പോൾ പഞ്ചസാരയെല്ലാം അലിഞ്ഞു ചേർന്ന് സിറപ്പ് ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കുനാഫ തയ്യാറായി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് തിരിച്ചിടാം. ഇനി നമുക്ക് ഇതിനു മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഈ പിസ്താഷ്യോ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം.